കഴിഞ്ഞ ദിവസം മന്ത്രി ബിന്ദു കൃഷ്ണ ഡൽഹിയിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. അതായത് കൊല്ലത്ത് ഒരു സ്കൂൾ ചടങ്ങിൽ, പ്രവേശന ഉത്സവ ചടങ്ങിൽ തൻ്റെ അടുത്ത് നിന്ന ഒരാൾ തൻ്റെ തലയുടെ ദൃശ്യങ്ങൾ എടുക്കാതെ ശരീരഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വരികയുണ്ടായി എന്നുമാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അപ്പോൾ ഒരു മന്ത്രിയായിട്ട് പോലും തനിക്കും ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു, സ്ത്രീ ആയി പോയതുകൊണ്ട്. അവർ മന്ത്രിയായ ആളായാലും മന്ത്രിയല്ലാത്തവർക്കും സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഇത്തരം ചില പരിപാടികൾ നടക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണ സതുദ്ദേശത്തോടെ ഈ പറഞ്ഞതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഗവൺമെന്റിനും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ബിന്ദു കൃഷ്ണ ഇത്തരം സദാചാര വിരുദ്ധ പരിപാടിക്കെതിരെ എന്ത് ചെയ്യണമെന്ന് സർക്കാർ ആലോചിക്കും എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. ഞങ്ങളതിന് എല്ലാ പിന്തുണയും നൽകുന്നു. പക്ഷേ ഇതൊരു ചെറിയ രോഗമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടിലെ ഞരമ്പന്മാരായ ഒട്ടേറെ പേർ, യൂട്യൂബർമാർ ഉൾപ്പെടെ ഇത്തരം സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ, അറിയപ്പെടുന്ന സ്ത്രീകളുടെ, സെലിബ്രിറ്റികളായ സ്ത്രീകളുടെ ശരീര ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് സാരിയൊക്കെ കൊടുത്ത് നടക്കുന്നവരുടെ നടപ്പും എടുപ്പും ഒക്കെ, അതാണ് അവർക്ക് താല്പര്യം. അല്ലാതെ മുഖം എടുക്കുന്നതിലല്ല കാര്യമായ താല്പര്യം. അത് യൂട്യൂബിൽ വിറ്റ് കാശാക്കുക, അതിലെ അശ്ലീല ചുവ കൊണ്ടുവരാൻ ശ്രമിക്കുക. സിനിമ സെലിബ്രിറ്റികൾ മരിച്ചാൽ അവിടെ ഈ യൂട്യൂബർമാരും മറ്റുള്ളവരും തടിച്ചുകൂടും. അവിടെ വരുന്ന നടിമാരുടെ പ്രത്യേകിച്ചും മുഖമൊഴിച്ചുള്ള ബാക്കി ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ, ഒന്ന് നടക്കുമ്പോൾ സാരി ഒന്ന് ഇലഞ്ഞാലോ തുമ്പൊന്ന് മാറിയാലോ അതൊക്കെ ചിത്രീകരിക്കുന്ന ഒട്ടേറെ ഞരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്, യൂട്യൂബർമാർ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ആൺ യൂട്യൂബർമാർ മാത്രമല്ല, ചില യൂട്യൂബർ പെണ്ണുങ്ങളും തങ്ങളുടെ ശരീരം കാഴ്ച വസ്തുവാക്കി വെച്ചുകൊണ്ട് അത്യാവശ്യം ചില ഞരമ്പുകളെ ആകർഷിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഏകപക്ഷീയമല്ല. രണ്ട് ജെൻഡറും, ആണും പെണ്ണും, അരയും തലയും മുറുക്കി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവാക്കളിൽ നല്ലൊരു പങ്ക് ഇന്ന് യൂട്യൂബിന് അഡിക്റ്റഡ് ആയിരിക്കുന്നത് ഇത്തരം ദൃശ്യങ്ങൾ എടുത്തിട്ട് അത് മോർഫ് ചെയ്യുക, ഇപ്പോൾ AI വഴി അതിനെ വളരെ ആനിമേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കുക, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ബിന്ദു കൃഷ്ണ കോൺഗ്രസ് മന്ത്രി, UDF മന്ത്രിസഭയിലെ വനിതാ മന്ത്രി പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെ സ്വർണ്ണച്ചെമ്പ്, നയതന്ത്ര ചാനലിൽ കൂടെ സ്വർണ്ണക്കൊള്ള നടത്തിയത്, സ്വർണ്ണത്തട്ടിപ്പ് നടത്തിയ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയപ്പോൾ അന്ന് അതിനൊക്കെ എത്ര പ്രാധാന്യം അതിനെതിരെ മാധ്യമങ്ങൾ കൊടുത്തു എന്നുള്ളതും ചർച്ചാ വിഷയമാണ്. ഇപ്പം ബിന്ദു കൃഷ്ണയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ, അവരുടെ പരിഭവം, അത് രണ്ട് പ്രധാന മലയാള പത്രങ്ങൾ ഒന്നാം പേജിൽ വെച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ജനശ്രദ്ധയിൽ ഇത് വരുന്ന നല്ല കാര്യമാണ്. പക്ഷെ മുമ്പും ഇതേ നിലപാട് ഈ മാധ്യമങ്ങൾ സ്വീകരിച്ചു എന്നത് നമ്മൾ അന്വേഷിക്കണം. ഒരു ഉദാഹരണം പറയുന്നത്, ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാര്യയുടെയും അന്നത്തെ മന്ത്രിയായിരുന്ന EP ജയരാജന്റെയും ഭാര്യയുടെയും ഗ്രൂപ്പ് ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച് EP ജയരാജന്റെ ഭാര്യയുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ സ്വപ്ന സുരേഷിന്റെ തലവെട്ടി വെക്കുകയും അത് നാടാകെ ആഘോഷിക്കുകയും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ വ്യാജ ചിത്രം ഉപയോഗിക്കുകയും ചെയ്തത് നമ്മൾ മറന്നുകൂടാ. അന്നൊന്നും ഈ മാധ്യമങ്ങളുടെ ഈ വലിയ ആത്മരോക്ഷമൊന്നും കണ്ടില്ല. അപ്പൊ ആത്മരോക്ഷം ഏകപക്ഷീയമായി പോകരുത്. നമ്മൾ ബിന്ദു കൃഷ്ണയുടെ നിലപാടിനൊപ്പമാണ്. അവരോട് പെരുമാറിയ രീതി തികച്ചും തെറ്റാണ്. ഞരമ്പന്മാർ, യൂട്യൂബർമാർ ഇതിനു മുമ്പ് നടന്നതിനോടും അങ്ങനെ കാണാനുള്ള ഒരു നിഷ്പക്ഷമതിത്വം നമ്മുടെ മാധ്യമങ്ങൾക്കും വേണ്ടേ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നു. എന്തായാലും ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ഞരമ്പ് രോഗികളുടെ എണ്ണം മലയാളത്തിൽ വളരെ കൂടുതലാണ്. ഇക്കാലത്തെ ഡിവൈസുകൾ, മൊബൈലും മറ്റ് AI സംവിധാനങ്ങളും വെച്ചിട്ട് വ്യാജ വീഡിയോകളും ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കാശാക്കുന്ന യൂട്യൂബ് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കാശുണ്ടാക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. ആണുങ്ങൾ മാത്രമല്ല, ചില പെണ്ണുങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്.